റഷ്യ യുക്രൈൻ യുദ്ധം ജൂണോടെ അവസാനിപ്പിക്കണമെന്ന് US വൈറ്റ് ഹൗസ് ഇരു രാജ്യങ്ങൾക്കും ഇത് സംബന്ധിച്ച് നിർദ്ദേശം നൽകിയതായി യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി അറിയിച്ചു. അതേസമയം അബുദാബിയിൽ യുഎസിന്റെ നേതൃത്വത്തിൽ നടന്ന ത്രികക്ഷി ചർച്ച പരാജയപ്പെട്ടു. അടുത്തയാഴ്ച മിയാമിയിൽ വെച്ച് ചർച്ച തുടരും. ആദ്യമായാണ് യുഎസിൽ വെച്ച് റഷ്യ യുക്രൈൻ യുദ്ധത്തിൽ ത്രികക്ഷി ചർച്ച നടക്കാൻ പോകുന്നത്. അജയ് തുടരുന്നുണ്ട്. അജയ്, ഈ യുദ്ധം അവസാനിപ്പിക്കണമെന്ന ആവശ്യം ദീർഘനാളായി യുഎസിന്റെ ഭാഗത്തു നിന്നുണ്ട്. നമുക്കറിയാം, ചില പ്രദേശങ്ങൾ വിട്ടുകൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട റഷ്യയുടെ കടുംപിടുത്തമാണ് അതിന് വിഘാതമാകുന്നത്. പക്ഷേ യുദ്ധം അവസാനിപ്പിക്കണം നിലപാടിൽ തന്നെയാണ് യുക്രൈൻ ഉള്ളത് എന്നും അറിയാം. എന്തെങ്കിലും പുരോഗതി ഉണ്ടോ? ഇത് റഷ്യ അംഗീകരിക്കാൻ സാധ്യതയുണ്ടോ പുതിയ ലോക സാഹചര്യത്തിൽ? ഇപ്പോൾ അമേരിക്ക വളരെ നിരവധി മാസങ്ങളായി ഈ റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാനുള്ള ചർച്ചകൾ അത് തിരക്ക് പിടിച്ച് നടത്തുന്നുണ്ട്. ഇതിനിടയിൽ ഇപ്പോൾ അബുദാബിയിൽ വെച്ചാണെങ്കിൽ ഏറ്റവും പുതുതായിട്ട് ചർച്ച നടന്നത്. എന്നാൽ രണ്ടാം ഘട്ട ചർച്ച ഈ അബുദാബിയിൽ വെച്ച് നടന്നിട്ടും ഇത് പരാജയപ്പെടുന്ന ഒരവസ്ഥയാണ് ഉണ്ടായത്. അതുമാത്രമല്ല, ഈ ചർച്ചകൾ നടക്കുന്നതിനിടെ റഷ്യ യുക്രൈനിലേക്ക് ആക്രമണം കടുപ്പിക്കുകയും ചെയ്തു. അതവരുടെ പ്രധാനമായിട്ട് ഊർജ്ജ സ്രോതസ്സുകളെ കേന്ദ്രീകരിച്ചായിരുന്നു റഷ്യ ഇത്തവണ ആക്രമണം നടത്തിയത്. അത് കാരണം യുക്രൈൻ്റെ ഒരു ഭൂരിഭാഗം പ്രദേശങ്ങൾ ഇപ്പോൾ ഇരുട്ടിലാകുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിട്ടുണ്ട്. ഏതാണ്ട് 6000-ലധികം ജനങ്ങൾ ഇപ്പോഴും ഇരുട്ടിലാണ് അവിടെ കഴിയുന്നത് എന്നുള്ള ഒരു സാഹചര്യം കൂടിയുണ്ട്. എന്നാൽ യുക്രൈൻ്റെ ഭാഗത്ത് നിന്ന് യുദ്ധം അവസാനിപ്പിക്കാനുള്ള സഹകരണങ്ങൾ അത് കൂടുതൽ ശക്തമാക്കുന്ന നടപടികൾ നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ US ഒരു അന്തിമ തീയതി നൽകിയിരിക്കുകയാണ്. ജൂണിന് മുൻപാകെ ഈ യുദ്ധം അവസാനിപ്പിക്കണം, എല്ലാവിധ ചർച്ചകളും അതിനു മുൻപേ പൂർത്തിയാക്കണം എന്ന് തന്നെയാണ് US ഒരു കർശന നിർദ്ദേശം റഷ്യയ്ക്കും യുക്രൈനും നൽകിയിട്ടുള്ളത്. യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയാണ് ഈ വാർത്ത ഇപ്പോൾ പുറത്തുവിട്ടിട്ടുള്ളത്. US ഇത്തരത്തിൽ ഇരു രാജ്യങ്ങൾക്കും ഒരു നിർദ്ദേശം നൽകിയിട്ടുള്ളതായിട്ട്. അബുദാബിയിൽ വെച്ചിട്ടുള്ള ചർച്ചയിൽ പ്രധാനമായിട്ടും ഈ രണ്ട് രാജ്യങ്ങൾക്കുമിടയിലുള്ള ഒരു ബന്ദി കൈമാറ്റത്തിൽ മാത്രമാണ് ധാരണയായത്. അല്ലാതെ ഈ പ്രദേശങ്ങളിലുള്ള തർക്കം അത് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ഡോൺബാസ് മേഖലയെ കേന്ദ്രീകരിച്ചാണ് ഈ ചർച്ചകൾ പ്രധാനമായിട്ടും ഇപ്പോൾ പുരോഗമിക്കുന്നു. ആ മേഖല തന്നെയാണ് പ്രധാന തർക്ക വിഷയം. ഇവിടെ ഈ ഒരു പ്രദേശം അത് റഷ്യ ഏതാണ്ട് ഈ പ്രദേശത്തുള്ള ലൊഹാൻസ് മേഖല അതുപോലെ തന്നെ ഡോണറ്റ്സ് മേഖല എന്ന രണ്ട് പ്രവിശ്യകൾ ഉൾപ്പെട്ടതാണ് ഈ ഡോൺബാസ് എന്ന് പറയുന്ന ഭൂപ്രദേശം. ഇതിൽ ഈ ലൊഹാൻസ് മേഖല ഏതാണ്ട് പൂർണ്ണമായിട്ടും റഷ്യ പിടിച്ചടക്കി കഴിഞ്ഞു. ഡോണറ്റ്സ് മേഖല അതിൻ്റെ ഒരു 70% ഇപ്പോൾ റഷ്യയുടെ പക്കൽ തന്നെയാണ്. ഈ മേഖലകൾ എന്ത് വന്നാലും യുക്രൈന് വേണം എന്ന് തന്നെയാണ് വ്ളാഡിമിർ സെലൻസ്കി ആവശ്യപ്പെടുന്നത്. എന്നാൽ റഷ്യ ഇത് വിട്ടുകൊടുക്കാനും തയ്യാറല്ല. യുക്രൈൻ്റെ ഭാഗത്തു നിന്ന് നോക്കുകയാണെങ്കിൽ ആ രാജ്യത്തുള്ള പ്രധാനപ്പെട്ട ഒരു വ്യാപാര സ്രോതസ്സാണ്, ഒരു വ്യാവസായിക തലസ്ഥാനം എന്ന് തന്നെ ഈ മേഖലയെ പറയാൻ സാധിക്കും. ധാതു സമ്പത്ത്, അതുപോലെ തന്നെ ശുദ്ധജല സ്രോതസ്സുകൾ, ഈ കൃഷിസ്ഥലം, അതുപോലെ തന്നെ മറ്റ് പ്രധാനപ്പെട്ട 50% കൽക്കരി സ്രോതസ് ഇവിടെയാണ്, 20% ഗ്യാസ് ഫീൽഡ്സ് ഇവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഇത്തരത്തിൽ യുക്രൈൻ്റെ ഒരു പ്രധാന വരുമാന സ്രോതസ്സാണ് ഈ ഡോൺബാസ് മേഖല. അത് തന്നെയാണ് റഷ്യയുടെ ഒരു കണ്ണും. ഈ മേഖല ഏത് വിധേനയും പിടിച്ചടക്കി ഇത്രയും ധാതു സമ്പത്തും ഉള്ള ഫലഭൂയിഷ്ടമായിട്ടുള്ള മേഖല അത് റഷ്യയിൽ വേണം, റഷ്യയുടെ പക്കൽ തന്നെ ഉണ്ടാകണം എന്ന് തന്നെയാണ് പുടിനും ആഗ്രഹിക്കുന്നത്. ഇപ്പോൾ അലാസ്കയിൽ വെച്ച് അടുത്തിടെ പുടിനും ട്രംപും തമ്മിൽ ഒരു ചർച്ച നടന്നിരുന്നു. അതിൽ പക്ഷേ ട്രംപ് പുടിന് അനുകൂലമായിട്ടുള്ള ഒരു നിലപാടാണ് എടുത്തത്. ഡോൺബാസ് മേഖല അത് മോസ്കോയുടെ നിയന്ത്രണത്തിൽ വരണം എന്നാണ് ട്രംപ് പറഞ്ഞത്. പക്ഷേ ഈ US-ന്റെ ഈ ആവശ്യത്തിനോട് പൂർണ്ണമായിട്ട് മുഖം തിരിക്കുന്ന ഒരു നിലപാടാണ് യുക്രൈൻ്റെ ഭാഗത്തു നിന്നുണ്ടായത്. അപ്പോൾ ഇത്തരത്തിൽ ഈ ഡോൺബാസ് മേഖലയെ കേന്ദ്രീകരിച്ചിട്ടുള്ള ഈ തർക്കങ്ങൾ അത് ഇപ്പോഴും തുടരുന്നത് കാരണമാണ് ചർച്ചകൾ തുടർച്ചയായി പരാജയപ്പെടുന്നത്. അടുത്തയാഴ്ച മിയാമിയിൽ വെച്ച് ഒരു ചർച്ച നടക്കുന്നുണ്ട്. US-ൽ വെച്ച് ആദ്യമായി നടക്കുന്ന ത്രികക്ഷി ചർച്ചയാണത്, യുക്രൈൻ റഷ്യ യുദ്ധം സംബന്ധിച്ച്. എന്തായാലും ആ ചർച്ചയിലേക്കാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. അത് ഇനി എന്താകും എന്ന് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. ശരി, അജയ് സുധാ ബിജു വിവരങ്ങൾ പങ്കുവച്ചു. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.